وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരവുള്ള എൻ്റെ ഉസ്താദുമാർ, മറ്റു എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ എന്നൊരു ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യദിന പരിപാടിയിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരിക്കൽ ഒരു കുട്ടി എൻ്റെ അച്ഛനോട് ചോദിക്കുകയാണ്, എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന മറുപടി, ഇത് തന്നെയാണ് സ്വാതന്ത്ര്യം. ആ കുട്ടിക്ക് അച്ഛൻ പറഞ്ഞു കൊടുത്ത മനോഹരമായ മറുപടി എന്നുള്ളത്, ആ കുട്ടി ചോദിച്ച ചോദ്യം എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചപ്പോൾ ആ അച്ഛൻ പറഞ്ഞു കൊടുത്തത് ഇത് തന്നെയാണ് സ്വാതന്ത്ര്യം എന്നാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ എന്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത് മറ്റൊരു സംഭവമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ബ്രിട്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ വെള്ളക്കാരായ ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ ഇന്ത്യക്ക് വേണ്ടി മൗലാന മുഹമ്മദ് അലി ജൗഹർ എണീറ്റ് നിന്നുകൊണ്ട് പ്രസംഗം നടത്തിയ അതിമനോഹരമായ ഒരു സംഭവമാണ് ഈ സാഹചര്യത്തിൽ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. ഇന്ത്യ എന്ന ഈ രാജ്യം നമ്മുടെ മാതൃരാജ്യമാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന പെരുമയിൽ ഒരു മതേതര രാജ്യം. ജിഷ്ടിയും ഗാന്ധിയും ബുദ്ധനും അശോകനും ഗുരുനാനാക്കനും അനുഗ്രഹിച്ച വിശുദ്ധ ഭൂമി. ബഹുസ്വരതയെയും സഹിഷ്ണുതയെയും പാടിപ്പുകഴ്ത്തിയ ശാന്തഭൂമി. പണ്ഡിതനും പാമരനും പണക്കാരനും പണിക്കാരനും അവർണനും സവർണനും കറുത്തവനും വെളുത്തവനും എന്നവർക്ക് ഇടയിൽ ഒരു വേർതിരിവും കാട്ടാത്ത രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം എന്നുള്ളത്. ഇവിടുത്തെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. 1855 മുതൽക്കേയുള്ള സമരങ്ങളിലെല്ലാം ജാതി മതം എന്ന ഒരു വേർതിരിവില്ലാതെ സൗഹൃദത്തിലായിരുന്നു. ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവരും ഒരുമിച്ച് നിന്നുകൊണ്ടായിരുന്നു ഇന്ത്യയിൽ നടന്നിരുന്ന സ്വാതന്ത്ര്യങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നത്. അവിടെ അന്നത്തെ ചിത്രം നമുക്ക് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അവർ ഒരുമിച്ചായി നടന്നിരുന്നതും ഒരുമിച്ച് പ്രതിസന്ധികൾ നേരിട്ടും സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരങ്ങൾ ചെയ്തതും അവർ ഒരുമിച്ചായിരുന്നു. ഒരുപക്ഷെ കൊലക്കയറിലേക്ക് പോലും അവർ ഒരുമിച്ച് കയറി പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതായിരുന്നു ആദ്യകാലത്ത് നമ്മുടെ ഇന്ത്യ എന്നുള്ളത്. പിന്നീട് നമ്മുടെ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് പല ആളുകളും നോട്ടമിട്ടിട്ടുണ്ട്. 1497 വാസ്കോ ഡ ഗാമയും സംഘവും 3 കപ്പലിലായി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ 23 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവര് 1498 കോഴിക്കോട് കാപ്പാട് എന്ന കടപ്പുറത്ത് വന്ന് വാസ്കോ ഡ ഗാമയും കപ്പലിറങ്ങുകയാണ്. പിന്നീട് അവിടെ നിന്ന് പല ആളുകളും ഇന്ത്യയിലേക്ക് വ്യാപാരത്തിന് വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. കച്ചവടത്തിന്റെ പേരിൽ ഫ്രഞ്ചുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഇന്ത്യയിലേക്ക് കടന്നു വന്നു. അങ്ങനെ പിന്നീട് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരുടെ പല സാഹചര്യങ്ങളും പല സഹായങ്ങളും ചെയ്തു കൊടുത്തു. അത് അവർ ദുരുപയോഗം ചെയ്യുകയും ചെയ്തു. ആദ്യമായി ബംഗാളിൽ അവർ ഒരു ഫാക്ടറി നിർമ്മിക്കുകയാണ്. അവിടെ നിന്ന് പിന്നീട് അവർ ഓരോ കോട്ടകളും കെട്ടി. ചെന്നൈയിലാണ് ആദ്യമായി അവർ കോട്ട പണിതത്. പിന്നീട് അവിടെ നിന്ന് കോട്ടകൾ പണിത് പിന്നീട് ഇന്ത്യൻ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടും പ്രയാസപ്പെടുത്തിക്കൊണ്ടും ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും മറ്റു മതസ്ഥരെയും അവർ വളരെയധികം ബുദ്ധിമുട്ടിച്ച് ചെയ്യുന്ന പണിക്ക് പോലും അവർ ചെയ്യുന്ന വേലക്ക് പോലും വേതനം നൽകാതെ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വളരെയധികം പ്രയാസപ്പെടുത്തി. എന്നിട്ടും അവർക്കെതിരെ
കുട്ടികളെ പോലും അവരെ, സ്ത്രീകളെയും പിഞ്ചുകുട്ടികളെ പോലും അവരെ വെടിയുതിർത്തു കൊല്ലുകയാണ് ചെയ്തത്. എന്നിട്ടും അവരുടെ മുന്നിൽ തോൽക്കാതെ നമ്മൾ യുദ്ധം ചെയ്തതും കൂടുതലും നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാർ തന്നെയാണ്. അന്നത്തെ വലിയ കുതുബായിരുന്ന തങ്ങളും വെളിയങ്കോട് ഉമർ ഖാദിയും അങ്ങനെ തുടങ്ങി എന്തിനേറെ പറയണം, ടിപ്പു സുൽത്താൻ അസീസ് പോലും ഇന്ത്യക്ക് വേണ്ടി, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് അല്ലാമ ഇഖ്ബാൽ പാടിയിട്ടുണ്ട്, സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ എന്ന് അല്ലാമ ഇഖ്ബാൽ പാടിയതുപോലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും ഗുജറാത്ത് മുതൽ ആസാം വരെ വൈവിധ്യങ്ങൾ സമ്പൂർണമായ ഒരു രാജ്യമാണ് നമ്മുടെ ഈ ഇന്ത്യ രാജ്യം എന്നുള്ളത്. അങ്ങനത്തെ നമ്മുടെ ഈ ഇന്ത്യ രാജ്യം എന്നുള്ള ഈ രാജ്യത്ത് വർഗീയതയുടെയും അരാജകത്വത്തിന്റെ വിളവെടുപ്പ് നടത്തുന്നവരെ നാം ഇന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചാൽ തേഞ്ഞു പോകുന്നതല്ല നമ്മുടെ വിശ്വാസമെന്നും, അന്യമതസ്ഥന്റെ പതനം കണ്ടുകൊണ്ട് സന്തോഷിക്കുന്നവനല്ല മുസൽമാനെന്നും നമ്മൾ ഇന്ന് വർഗീയവാദികൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഈ ഇന്ത്യ എന്നുള്ളത് മുസ്ലിങ്ങളെ ഒരു വർഗീയവാദികളായി ചിത്രീകരിക്കുകയാണ്. മുസ്ലിങ്ങളാണ് ടിപ്പു സുൽത്താനെ പോലത്തുള്ളവർ ഇന്ത്യക്ക് വേണ്ടി പോരാടിയത്. തന്റെ അവസാന ശ്വാസം പോലും ഇന്ത്യക്ക് വേണ്ടി പോരാടിക്കൊണ്ട് ഷഹീദാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരൻ ടിപ്പു സുൽത്താന്റെ മൃതദേഹത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞത്, ഇന്ന് മുതൽ ഇന്ത്യ നമ്മുടേതാണെന്ന്. ഇന്ന് മുതൽ ഇന്ത്യ നമ്മുടേതാണെന്ന് ബ്രിട്ടീഷുകാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും പ്രയാസത്തിലൂടെയും തന്റെ ജീവിതം തന്നെ ഇന്ത്യക്ക് വേണ്ടി പോരാടി ഷഹീദായ ടിപ്പു സുൽത്താനും കല്യാണ രാത്രിയിൽ പോർച്ചുഗീസുകാർ കപ്പലിലേക്ക് പിടിച്ചു കൊണ്ടുപോയ ഒരു വനിതയെ, ഒരു പെൺകുട്ടിയെ മോചിപ്പിക്കാൻ വേണ്ടി പോയ എന്ന വലിയ മനുഷ്യൻ അതിലേക്ക് കയറി ചെന്നുകൊണ്ട് പോർച്ചുഗീസുകാർക്കെതിരെ പോരാടി. അങ്ങനെയാണ് ആ കപ്പലിൽ വെച്ചാണ് വാര്യം കൊണ്ടും ഷഹീദാകുന്നത്. ഇത്രയ്ക്കും വളരെയധികത്തിലാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ ഇവിടെ ജീവിച്ചതും. അവർക്കിടയിൽ നിന്ന് വർഗീയവാദികളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പലരും, അവരെയാണ് നാം ഇന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കേണ്ടത്. നൂറ്റാണ്ടുകളായി ഇവിടുത്തെ വായു ശ്വസിച്ച് ഇവിടുത്തെ മണ്ണും എണ്ണും പങ്കിട്ടു ജീവിക്കുന്നവനാണോ ഹൈന്ദവനും ക്രിസ്ത്യാനിയും മുസൽമാനും മറ്റു മതസ്ഥരും? അവർക്ക് മുന്നിൽ വർഗീയതയുടെ വിത്തുപാകുന്നവരെ നമ്മൾ ഈ ഭരണകേന്ദ്ര ശിലായുഗത്തിൽ നിന്ന് നമ്മൾ അടിച്ചിറക്കേണ്ടതാണ്. ഇന്നത്തെ ഇന്ത്യ പണ്ട് കാലങ്ങളിൽ നമ്മുടെ പിൻഗാമികളും മഹാത്മാഗാന്ധിജിയൊക്കെ പോലെയുള്ളവർ നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് തന്റെ മതത്തെ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, ഭരണഘടന നിലവിൽ വന്ന ആ സംഭവത്തിലെ അന്നത്തെ മീറ്റിംഗ് കൂടിയതിൽ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അധ്യക്ഷം വഹിച്ചുകൊണ്ട് അന്നത്തെ മീറ്റിംഗിൽ ഇനി എന്താണ് വേണ്ടത്, ഇന്ത്യക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരാൾ എണീറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മാത്രം പോരാ, ഫ്രീഡം ഓഫ് പ്രൊപ്പഗേഷൻ. ഇന്ത്യക്ക് തന്റെ അവന്റെ മതത്തെ പ്രചരിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഇന്ത്യക്ക് വേണമെന്ന് ആ സദസ്സിൽ എണീറ്റ് നിന്നുകൊണ്ട് ചങ്കുറപ്പോടെ എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത് മറ്റാരുമല്ല, മുസ്ലിം ലീഗിന്റെ സ്ഥാപകനായ കാഹിദേവിന്റെ തിരുസ്മായി സാഹിബായിരുന്നു. അങ്ങനെ പല നമ്മുടെ നേതാക്കന്മാരും നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ ഇന്ന് വിള്ളലേക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഈ ഇന്ത്യ ജനതയിലെ ആളുകൾ, ഇന്നത്തെ സർക്കാർ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വേർതിരിച്ചു കാണുകയും മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ നാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രമാണ് അവർക്ക് നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. പറങ്കികൾക്കുള്ള യുദ്ധത്തിലെ ആഹ്വാനിച്ചുകൊണ്ട് എഴുതിയ കിതാബാണ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനെ എഴുതിയ കിതാബാണ് തൗഫത്തുൽ മുജാഹിദീൻ എന്ന കിതാബ്. അത്രക്കും വലിയ പ്രാധാന്യമായിരുന്നു അവരൊക്കെ അന്ന് ഇന്ത്യൻ
സൗഹൃദത്തിന് മതസൗഹൃദത്തിന് നൽകിയിരുന്നത്. ഈ മതേതരത്വ രാജ്യം അവരെ മതാധിഷ്ഠിത രാജ്യമാക്കാൻ ശ്രമിക്കുകയാണ്. അത് ഒരിക്കലും നമ്മൾ അനുവദിച്ചുകൂടാ. ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം ഇനിയും നമ്മുടെ തലമുറകൾക്കും ഇവിടെ സമാധാനത്തോടു കൂടിയും ജീവിക്കാൻ കഴിയണം. അതിന് നമ്മൾ പോരാടുക തന്നെ വേണം എന്ന് പറയുകയും ഇനിയും ഇവിടെ പ്രഭാഷണങ്ങൾ നടക്കാനുണ്ട്. നാം ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന അഡ്വക്കേറ്റിന്റെ പ്രസംഗം നടക്കേണ്ടതാണ്. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നീട്ടുന്നില്ല. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.